ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്നിലേക്ക് വരുന്ന സമ്പാദ്യങ്ങളും നന്മകളും അദ്ദേഹത്തിന്റെ നാടിനും നാട്ടുകാർക്കും പകർന്നു നൽകാനും അതറിയാവുന്ന ഈ നാട്ടിലെ ഓരോ പൗരനും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതാപവർമ്മയുടെ പേരിലായിരിക്കും. പാവം, നല്ല മയക്കത്തിലാണല്ലോ. ഇങ്ങനെ മയങ്ങിയ എങ്ങനെയാ പത്മാവതി? നിനക്ക് ഉണരണ്ടേ? അതടുത്തെ ഹലോ, ഗുഡ് മോർണിംഗ്. നിനക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഭർത്താവിനെയും മകളെയൊക്കെ ഓർത്ത് ഒരുപാട് തല പോച്ചതല്ലേ? ഇനി കുറച്ചു കാലം സമാധാനമായിട്ട് റെസ്റ്റ് എടുക്ക. നിനക്കേ ഞാനേ റിട്ടയർമെന്റ് ലൈഫ് കുറച്ച് നേരത്തെ തന്നിരിക്ക. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു ഉപകാരം. നിനക്ക് സന്തോഷായില്ലേ? എന്റെ ജീവിതം വെച്ച് കളിച്ച് നിനക്ക് മതിയായില്ലേ? എല്ലാം മതിയാക്കി ഇന്ന് ഞാൻ പറഞ്ഞയച്ചതല്ലേ. ഇങ്ങനൊരു മുറിയിൽ എന്റെ കൈക്കുള്ളിൽ വന്ന് കയറിയത് നീയല്ലേടി? അവിടെ തിരിച്ചു വന്നിരിക്കുന്നു. എടി, മകൾക്ക് വിവാഹപ്രായം ആയപ്പോ മകളെ നന്നാക്കാനും മകളുടെ ക്ഷേമത്തിന് വേണ്ടി തിരിച്ചു വരാനുള്ള ധൈര്യം കാണിച്ച നിന്റെ ജീവിതം കൊണ്ടല്ല, നിന്റെ ജീവൻ കയ്യിലെടുത്ത് കളിക്കൂ ഈ അംബിക. ഇത്രയും ക്രൂരയാവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? അല്ലടി, അത് നിനക്കറിയില്ലായിരുന്നോ? അംബിക ദേവഗണവും മനുഷ്യഗണവും അല്ല, അസുരഗണമാണ്. അസുരഗണം. ലങ്കാരാജ്യത്തിന്റെ അധിപനായിരുന്ന 10 തലയുള്ള രാവണന്റെ സഹോദരി ശൂർപ്പണഖയ്ക്ക് സ്വന്തം രാജ്യത്തോടും രാജ്യത്തിന്റെ ഭരണത്തോടും കുറച്ചുപോലും താല്പര്യമില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ശൂർപ്പണഖയായിരുന്നു ആ രാജ്യത്തിന്റെ മേലധികാരിയെങ്കിൽ ഒരു ശ്രീരാമനും കടല് കടന്ന് ലങ്കയിലേക്ക് വരില്ലായിരുന്നു. അധികാരമോഹം അത് തോന്നേണ്ടവർക്ക് തോന്നിയാ പിന്നെ നടക്കുന്നത് ചരിത്രമായിരിക്കും പത്മാവതി. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ പ്രതാപേട്ടനെ നിങ്ങളുടെ വലയത്തിൽ ഉപേക്ഷിച്ചു പോകില്ലായിരുന്നു. സ്വത്തും പണവും മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഞാൻ കരുതിയത്. പ്രതാപേട്ടനിൽ നിന്ന് സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾ അപഹരിച്ചാലും അവസാനത്തെ ഒരു തരി സ്വത്തും നിങ്ങൾ സ്വന്തമാക്കിയാലും നഷ്ടപ്പെട്ടതിന്റെ 100 ഇരട്ടിയായി എല്ലാം ആ മനുഷ്യന് തിരികെ ലഭിക്കും. അത് അദ്ദേഹത്തിന് ജന്മഭാഗ്യമായി ലഭിച്ച അനുഗ്രഹം. പക്ഷെ നിങ്ങക്ക് സ്വത്തും പണവും മാത്രം പോരെ, എന്റെ മകളെ വേണം. ഇപ്പൊ അതും കഴിഞ്ഞ് അധികാരത്തിന്റെ അടങ്ങാത്ത ഭ്രമവും നിങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. എന്ത് ചെയ്യാനാ പത്മാവതി? നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. ജീവിക്കുമ്പോ എല്ലാം അനുഭവിച്ചു വേണ്ടേ ജീവിക്കാൻ? എങ്കിലല്ലേ ജീവിത അവസാനം സമാധാനമായി നമുക്ക് നിത്യശാന്തിയിലേക്ക് ലയിക്കാനാകൂ. നിത്യശാന്തി ഇന്ന് ഇത്ര അത്യാഗ്രഹിക്കുന്ന നിങ്ങള് നാളെ 100 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. അത് ജീവിച്ചു തീർന്നാലും നിങ്ങളുടെ ആഗ്രഹം അടങ്ങില്ല. നിങ്ങൾ നിങ്ങളുടെ അടങ്ങാത്ത ആർത്തിക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ സർവനാശത്തിന് കാരണമാകും. ഒരു മകനുണ്ട്, അവന്റെ മുന്നിൽ ഒരു ജീവിതമുണ്ട്. അവനിലൂടെയാ നാളെ നിങ്ങളുടെ തലമുറ വളർന്നുവന്ന ബോധം പോലും ഇല്ലാത്ത ബുദ്ധിശൂന്യ നിങ്ങള്. അത് കൊള്ളാം പത്മാവതി. നീ സംസാരിച്ച്
എന്നെ ഭീഷണിയുടെ സ്വരത്തിൽ ഉപദേശിക്കുകയാണെന്ന് തോന്നുന്നു. ഉപദേശമല്ല, മുന്നറിയിപ്പ. നാശത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജീവിതം എന്താണെന്ന് പഠിച്ച മറ്റൊരാൾ നൽകുന്ന താക്കീത്. നീയേ ബുദ്ധിയുള്ളവളാ. പക്ഷേ നിന്റെ താക്കീതൊന്നും അംബികയുടെ തലയിൽ കേറില്ല. കാരണം അംബിക ജയിക്കാനായി ജനിച്ചവളാ. നീ തോൽക്കാനും തോറ്റോടാനും മാത്രം ജനിച്ചവൾ. ഓരോ ജന്മങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ട് പത്മാവതി. അംബികയുടെ സിരയിലൂടെ ഒഴുകുന്നതേ രാജരക്തമാ. അപ്പോ അധികാരം, അതിന്റെ രുചിയൊന്ന് അനുഭവിച്ചിട്ടേ അംബിക ഈ ഭൂമിയിൽ നിന്നും മടങ്ങും. ആ, ഇവിടെ ഇങ്ങനെ ഒരേ മുറിയിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടേ നിനക്ക് പുറത്ത് നടക്കുന്നതിനെ കുറിച്ചൊന്നും ഒരറിവും ഉണ്ടായിരിക്കില്ലല്ലേ? രാവും പകലും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത നിനക്കെന്ത് പുറം ലോകം? എടി, ഇന്നേ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസാ. അംബിക കാത്തിരിക്കുന്നതേ നിന്റെ ഭർത്താവ് തോറ്റു എന്നുള്ള വാർത്ത കേൾക്കാനാ. അവൻ തോറ്റാ പിന്നെ അടുത്ത തവണ പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തും. അതിനുള്ള ചരടൊക്കെ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് പത്മാവതി. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ കയറിയിറങ്ങി അംബിക പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതേ പ്രതാപൻ ജയിക്കാൻ വേണ്ടിയാണെന്നാ ചിലരുടെയൊക്കെ ധാരണ. പക്ഷേ അതങ്ങനെ അല്ല. പ്രതാപൻ തോൽക്കണം. അവന്റെ തോൽവിയിൽ ചവിട്ടി നിന്നോണ്ട് അംബികയ്ക്ക് ജയിക്കണം. നിങ്ങളുടെ ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്റെ ഭർത്താവ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതേ സമ്പാദിച്ചു കൂട്ടാനല്ല, തന്നിലേക്ക് വരുന്ന സമ്പാദ്യങ്ങളും നന്മകളും അദ്ദേഹത്തിന്റെ നാടിനും നാട്ടുകാർക്കും പകർന്നു നൽകാനാ. അതറിയാവുന്ന ഈ നാട്ടിലെ ഓരോ പൗരനും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതാപവർമ്മയുടെ പേരിലായിരിക്കും. നമുക്ക് കാണാം. കാണാം. എടാ, റിസൾട്ട് വരാൻ പോവാ. പ്രതാപൻ തോൽക്കണമെന്നാ എന്റെ ആഗ്രഹം. അകലെ